ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയുടെയും അതുപോലെ സിദ്ധുവിൻ്റെയും ജീവിതത്തിൽ ഇനിയും ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിന് സാധ്യത കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. സുമിത്രയുടെ ജീവിതത്തിൽ സിദ്ധുവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് തീരുമാനം എടുത്തെങ്കിലും സിദ്ധുവിനെ കൊണ്ട് സുമിത്രയുടെ കാര്യങ്ങളിലും സുമിത്രയെ കൊണ്ട് സിദ്ധുവിൻ്റെ കാര്യങ്ങളിലും ഇടപെടുത്താനായിട്ടുള്ള ഒരാൾ അവിടെ നമ്മുടെ സരസ്വതി അമ്മ ഉണ്ട്. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ നൈസായിട്ടൊക്കെ സിദ്ധുവിൻ്റെ കാര്യത്തിൽ നിന്ന് സ്കൂട്ടായി. ഇനിയിപ്പോൾ വയ്യാതെ കിടക്കുന്ന സിദ്ധുവിനെ സുമിത്ര തന്നെ പരിചരിക്കേണ്ടി വരും. അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും സിദ്ധുവേട്ടന് എന്തെങ്കിലും രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ദീപു കുടുംബസമേതം വീട്ടിലേക്ക് വന്ന് കയറി. അപ്പു ആണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് പൂജയുടെ മുന്നിൽ വന്നത്. പക്ഷേ പൂജയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള സംസാരം കേട്ടതുകൊണ്ട് ആ ഒരു നിരാശയിൽ ഇരിക്കുകയാണല്ലോ. അപ്പുവിനോടാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പൂജ അങ്ങ് ഓഫീസിലേക്ക് പോണു. പങ്കജ് വന്നു, പൂജയെ കൊണ്ടുപോകുന്നു. ആ ഒരു ഇതിലേക്കൊക്കെ കാര്യങ്ങൾ വന്ന് എത്തി നിൽക്കുന്നു. ഇവരെന്നിട്ട് ആ ഒരു എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം ദീപുവിന് മനസ്സിലായി. കാരണം പൂജ എന്ന് ഇവർ തമ്മിലുള്ള സംസാരം കേട്ടത് ദീപുവിനറിയാം, പക്ഷെ അപ്പുവിനത് അറിയില്ല. അങ്ങനെ ഇവർ വന്നു നമ്മുടെ സിദ്ധുവായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സിദ്ധുവിൻ്റെ കിടപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഭയങ്കര ഇതായിട്ട് ദീപു. അപ്പോൾ ദീപുവിൻ്റെ സംസാരത്തിൽ നിന്ന് സിദ്ധുവിൻ്റെ സംസാരത്തിൽ നിന്നും ദീപുവിന് മനസ്സിലായി സിദ്ധു ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇനി മുന്നോട്ട് പോകാം എന്നുള്ളത്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളികളൊന്നും നടക്കില്ലെന്നും ദീപുവിനെ അറിയാം. അറിയാത്ത പക്ഷം ഇനിയിപ്പോൾ യാതൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലെന്ന് ദീപു മനസ്സിലാക്കണം. അങ്ങനെ ദീപു അവിടെ വന്ന് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും സംസാരവും ഒക്കെ. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവരിതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്ര സിദ്ധുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അവിടെ നിന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ സിദ്ധുവിന് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കണമല്ലോ. അതിപ്പോൾ സിദ്ധു എന്നല്ല, ആര് വയ്യാതെ കിടന്നാലും അവരുടെ കാര്യങ്ങൾ പക്കയായിട്ട് നമ്മുടെ സുമിത്ര നോക്കും. അത് പണ്ടും അതെ, ഇന്നും അതെ, എന്നും അതെ. അങ്ങനെ നോക്കണ സുമിത്രയാണെങ്കിൽ സിദ്ധുവിന് മരുന്ന് കൊടുക്കാനുള്ള ടൈമും കാര്യങ്ങളും ആയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അമ്മയെ തേടി ഇതിലേക്ക് നടക്കുക. പക്ഷെ അമ്മ അവിടെയൊന്നുമില്ല. ആട് കിടന്നെടുത്ത് കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് സരസ്വതിയമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത്. പിന്നെ സുമിത്ര തന്നെ അവിടുന്ന് മരുന്നെടുത്ത് സിദ്ധുവിൻ്റെ കൈകളിൽ കൊണ്ടുപോകുന്ന കൊടുക്കാനായിട്ട് എടുക്കണം. അപ്പോൾ വെള്ളവും ഗുളികയും ഇതെല്ലാം എടുത്ത് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ സിദ്ധു നല്ല മയക്കത്തിലാണ്. അവിടെ ചെന്ന് കുറച്ച് നേരം അറച്ചൊന്ന് നിന്നു. അത് കഴിഞ്ഞ് സിദ്ധാർത്ഥ് എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. പിന്നെ പതുക്കെ തട്ടി വിളിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് കിടക്കുകയാണെന്ന് അറിയില്ലല്ലോ. തട്ടി വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിദ്ധു പതുക്കെ കണ്ണ് തുറന്നു. അപ്പോൾ നോക്കിയപ്പോൾ സുമിത്ര വന്ന് നിൽക്കുന്നു. ഒരു പുഞ്ചിരിയോടെ സിദ്ധു പതുക്കെ എഴുന്നേറ്റ് എങ്ങനെ ഇരുന്നു. നിങ്ങൾക്കുള്ള മെഡിസിൻ ആണെന്നും പറഞ്ഞ് അതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയുടെ മുന്നിൽ വെച്ച് തന്നെ സിദ്ധു അത് കഴിച്ചു. സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ്സും വാങ്ങിച്ച് നമ്മുടെ സുമിത്ര ഇങ്ങനെ പോകാൻ തുടങ്ങുക. അപ്പോഴേക്കും സിദ്ധാർത്ഥ് സുമിത്ര എന്നും പറഞ്ഞ് വിളിച്ചു. സുമിത്ര തിരിഞ്ഞു നിന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് സുമിത്രയോട് സിദ്ധു അന്നേരം പറയുക. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, എന്താ സംഭവം എന്നുള്ളൊരിതിൽ. അപ്പോൾ നന്ദിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എത്രയൊക്കെ ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തതാ, ഒരിക്കലും ആർക്കും ക്ഷമിക്കാൻ കഴിയാത്തത്ര ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തതാണ്. എന്നിട്ടും ഇതെല്ലാം മറന്നുകൊണ്ട് നീ എന്നെ സഹായിക്കുന്നു. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയോ എന്നിങ്ങനെ ചോദിച്ചു. ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റുകളാണ് ഞാൻ നിന്നോട് ചെയ്തത്. പക്ഷേ ഇനിയും എന്നെ ശിക്ഷിക്കാതെ നിനക്കെന്നോട് ക്ഷമിച്ചൂടെ എന്ന് സിദ്ധു സുമിത്രയോട് ചോദിക്കുന്നു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര ഇങ്ങനെ പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കി. സിദ്ധു ആണെങ്കിൽ താൻ ചെയ്തത് തന്നെയെല്ലാം സമസ്ത അപരാധങ്ങളും മാപ്പ് പറഞ്ഞൊരവസ്ഥ. അങ്ങനെ മാപ്പും ഇതെല്ലാം പറഞ്ഞ് സുമിത്രയും സിദ്ധുവും കൂടി സംസാരിക്കുന്നു. അപ്പോഴും സുമിത്ര ഒരു അക്ഷരം പോലും അവിടെ നിന്നും മിണ്ടിയില്ല. സുമിത്ര അങ്ങ് പോയി. അപ്പോൾ സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സിദ്ധുവിന് മനസ്സിലായി സുമിത്രയുടെ മനസ്സിലെ ആ ഒരു മുറിവ് അത് ഉണക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ സിദ്ധു അവിടെ അങ്ങനെ നിൽക്കുകയാണ്. സുമിത്ര എന്നിട്ട് പുറത്തു പോയി അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് എതിലേക്കോ കറങ്ങി തിരിഞ്ഞതേ നമ്മുടെ സരസ്വതിയമ്മ കയറി വന്നേക്കുക. സരസ്വതിയമ്മ കയറി വന്നപ്പോൾ അമ്മ ഇത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു സുമിത്ര. അത് പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോയതാണെന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് അറിയില്ല അമ്മയുടെ മകന് മരുന്ന് കൊടുക്കണം എന്നുള്ള കാര്യം. ഇതൊന്നും കൊടുക്കാതെയാണോ അമ്മ പോകുന്നതെന്ന് ചോദിച്ചപ്പം അതിനല്ലേ സുമിത്ര നീ ഇവിടെയല്ലോ, ഒരു നേരത്തെ മരുന്നൊക്കെ നിനക്ക് അവൻ എടുത്തു കൊടുത്തൂടെ, അങ്ങനെ കൊടുത്തെന്നോർത്ത് കുഴപ്പമൊന്നും വരാനില്ലല്ലോ എന്നും പറഞ്ഞ് സരസ്വതി അമ്മ കൂടുതൽ ന്യായങ്ങൾ പറയുന്നു. അമ്മ എന്നെ കൂടുതൽ ന്യായമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ മകനെ ഇവിടെ താമസിപ്പിച്ചപ്പോൾ തന്നെ പറയേണ്ട കാര്യം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാണെന്നുള്ള കാര്യം സുമിത്ര അന്നേരം പറഞ്ഞു.
അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യം സംസാരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ സരസ്വതി അമ്മ അതെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടു. കാരണം കൂടുതലൊന്നും സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് സരസ്വതിക്ക് തന്നെ അറിയാം. അങ്ങനെ ആ ഒരു ഇതിൽ സരസ്വതി അമ്മ അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് നമ്മുടെ സുമിത്രയുടെ കാര്യം നോക്കി. ഈ സമയത്ത് ഈ പങ്കജാണെങ്കിൽ പൂജയെ ഇങ്ങനെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് വട്ടമിട്ട് പറക്കുകയെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, എങ്ങനെയെങ്കിലും പൂജയുടെ മനസ്സിൽ ഇടം നേടണം. ഇടം പിടിച്ചാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് ആശാൻ ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുവാണ്. പൂജയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെ പൂജയ്ക്ക് ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. അതുപോലെ അപ്പുവിനെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ, അപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ പൂജയുടെ മനസ്സ് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ പൂജയുടെ പിന്നാലെ പങ്കജ് ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ച് നടക്കുക. ഈ സിറ്റുവേഷനെല്ലാം അവിടെ നടക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മയും അതുപോലെ അച്ഛനും കൂടി മകൻ എങ്ങനെയാണ് പൂജയെ വളയ്ക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ, അതോടുകൂടി അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവർക്കിടയിൽ പൂജ ഒരു വലിയ പ്രാധാന്യമുള്ള കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനുവേണ്ടി ഇവർ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഈ സമയത്ത് സരസ്വതിയും സുമിത്രയും സിദ്ധുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ അങ്ങനെ സരസ്വതി അമ്മ വീണ്ടും സിദ്ധുവിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ സുമിത്രയോട് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശീതളിൻ്റെയും അതുപോലെ സച്ചിൻ്റെയും പ്രശ്നത്തിൻ്റെ ആ ഒരു ഇതിൽ സിദ്ധു അവനെ വിളിപ്പിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്, അതായത് ഇവനുമായിട്ടുള്ള ആ ഒരു ഡിവോഴ്സ് കേസൊക്കെ നടത്താനായിട്ട് സിദ്ധു തീരുമാനിക്കുന്നത്. കാരണം സ്വന്തം മകളെ മരുമകൻ ഉപദ്രവിക്കുന്നത് സിദ്ധു കണ്ണിന് നേർക്ക് കണ്ടതാണ്. തലനാരിഴയ്ക്കാണ് അന്ന് മകൾ രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഇന്ന് സിദ്ധു കിടക്കുന്നിടത്ത് മകൾ കിടക്കേണ്ടതാണ്. അങ്ങനെ എല്ലാവരും ഉള്ളപ്പോൾ ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിൻ്റെ തനി സ്വഭാവം സച്ചിൻ പുറത്തെടുക്കുക. അതായത് ഇവരോടെല്ലാവരോടും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. തനിക്ക് തോന്നിയതുപോലെയൊക്കെ താൻ ചെയ്യും, തൻ്റെ മോളെ ചിലപ്പോൾ കൊല്ലും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എത്രയെന്ന് വെച്ചാൽ ഒരച്ഛൻ കേട്ടോണ്ട് നിൽക്കുന്നത്. അതും മകളെക്കുറിച്ച് പറയുമ്പോൾ കൊടുത്തു അവൻ്റെ ചെവിക്കല്ല് തീർത്തിട്ടൊരണം. ഇനി മേലിൽ എൻ്റെ മകളുടെ കാര്യത്തിൽ നീ ഇടപെടാൻ വന്നേക്കരുതെന്നും ഇനി എൻ്റെ മോളെ നിൻ്റെ കൂടെ വിടുന്നില്ല എന്ന് കട്ടായം പറഞ്ഞു നമ്മുടെ സിദ്ധു. അപ്പോഴേക്കും ശീതൾ ഇങ്ങനെ വാപുത്തി നിൽക്കുക. പക്ഷേ ഇവൻ്റെ ക്രൂരതയൊക്കെ ശീതളിനറിയാം. എല്ലാം സഹിച്ചു കിടന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കുഞ്ഞിനെ പോലും നിഷേധിച്ച് ഇവൻ്റെ കൂടെ പോകാൻ ഇനി ശീതൾ തയ്യാറാകില്ല. അപ്പോൾ ഈ അടിയൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി വഴിക്ക് വന്നേക്കരുതെന്നും സിദ്ധു ഈ സച്ചിനോട് പറഞ്ഞു. അപ്പം അടി കൊണ്ടു കഴിഞ്ഞപ്പോൾ നീ വാടി എന്നും പറഞ്ഞുകൊണ്ട് ശീതളിനെ വിളിക്കുവാണേ സച്ചിനെ. അപ്പം ഞാൻ വരുന്നില്ല, സച്ചിൻ പൊക്കോളാൻ പറഞ്ഞു ശീതൾ. അവിടെയും സച്ചിൻ തോറ്റു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ സച്ചിൻ നാണം കെട്ട് അവിടെ നിന്ന് പോവുക. അച്ഛൻ മടങ്ങി എത്തിയതോടുകൂടി സുമിത്രയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം പൊളിച്ചെഴുതിയെന്ന് തന്നെ പറയാം സിദ്ധു. അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്കിടയിലുള്ള സംസാരം, അതായത് സുമിത്രയും സിദ്ധുവും തമ്മിലുള്ള സംസാരം, സിദ്ധു ആണെന്നുണ്ടെങ്കിൽ ആകെ ഏകാന്തതയോടുകൂടി ഒറ്റപ്പെട്ട് ആരോടും മിണ്ടാനില്ല പറയാനില്ല അങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ചുറ്റിനും ഉണ്ടെങ്കിലും ആരും സിദ്ധുവിനോട് സംസാരിക്കുന്നില്ല. സരസ്വതി അമ്മ പോലും സിദ്ധുവിനോട് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇത് കണ്ടെത്തുന്നില്ല. സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ അയ്യോ പൊത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ മാത്രമല്ല അറിയുള്ളൂ. ഒന്നും കാര്യത്തോടെടുത്ത് ചെയ്യാൻ ഉള്ള മനസ്സൊന്നും ഇല്ലല്ലോ. എല്ലാം കള്ളത്തരത്തിലൂടെ പോകുന്ന ഒരു ഏർപ്പാട് മാത്രമേ പുള്ളിക്കാരിക്കുള്ളൂ. അപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിദ്ധുവിനോട് സംസാരിക്കാനും അല്ലെങ്കിൽ സിദ്ധുവിൻ്റെ ഏകാന്തത മാറ്റാനും ഒക്കെ ആയിട്ട് നമ്മുടെ സുമിത്ര ശ്രമിക്കുന്നത്. സിദ്ധു ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ സുമിത്ര ചെന്ന് സംസാരിക്കുന്നു. അപ്പോൾ സുമിത്ര പതുക്കെ സംസാരിക്കുന്നതും ഇടപെടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ധുവിന് മനസ്സിലായി സുമിത്ര പതുക്കെ തന്നോടുള്ള വെറുപ്പ് അത് അവസാനിപ്പിക്കുകയാണ്. സുമിത്രയ്ക്ക് ഇപ്പം തന്നോട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആ ഒരു രീതിയിലാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ സിദ്ധുവും അതേ രീതിയിൽ തന്നെ സുമിത്രയുടെ അടുത്ത് നിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസാരത്തിനിടയിൽ നമ്മുടെ അനിരുദ്ധിൻ്റെ കാര്യം എടുത്തിട്ടു. അപ്പോൾ അനിരുദ്ധിൻ്റെ അടുത്ത് പോയതും അനിരുദ്ധിനെ കണ്ടതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ സിദ്ധു സുമിത്രയോട് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ഞെട്ടി. എൻ്റെ മോൻ അനിരുദ്ധിനെ നിങ്ങൾ കണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതെ കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ സിദ്ധു അനിരുദ്ധിനെ വിളിക്കുന്നു. പിന്നെ നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ശത്രുക്കളെ എല്ലാവരെയും തകർത്തെറിഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും മക്കളും ഒക്കെ ഒന്നിക്കുവാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം പൂജയെന്ന് പറയുന്ന മകൾ പുറത്താകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ പങ്കജ് ഉദ്ദേശിച്ച കാര്യങ്ങൾ പങ്കജ് നടത്തിയെടുക്കും. പൂജയെ വിവാഹം കഴിക്കും. ഒരു പക്ഷേ സുമിത്രയും സിദ്ധുവും വീണ്ടും വിവാഹമൊക്കെ കഴിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ മരിച്ചുപോയി എന്ന് പറയുന്ന നമ്മുടെ രോഹിത് തീർച്ചയായിട്ടും തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പം അടിപൊളി സീനായിരിക്കും കാര്യങ്ങൾ. എന്തൊക്കെയായാലും വാക്കുകൾക്ക് അതീതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
എപ്പിസോഡുമായിട്ട് നമ്മുടെ കഥകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.